മാന്നാനം എക്ലോഗ് തിയേറ്ററിൻ്റെ യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 16-ാമത്തെ എപ്പിസോഡിലാണ്. 16-ാമത്തെ എപ്പിസോഡ് ആശ്രമ സ്ഥാപനത്തിൽ ഇരുളടഞ്ഞ കാർമേഘ പടലങ്ങൾ സ്വരുക്കൂട്ടിയ ഒരു കാലഘട്ടമാണെന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണ് ചരിത്രം. 1832 ഈ ആശ്രമ സ്ഥാപനത്തിന് വളരെയധികം താല്പര്യം കാണിച്ച മൗറേലിയൂസ് മെത്രാൻ യൂറോപ്പിലേക്ക് മടങ്ങുകയാണ്. അതിന് പകരമായിട്ട് വന്നത് ഫ്രാൻസിസ് സേവ്യർ മെത്രാനാണ്. അദ്ദേഹത്തിൻ്റെ കാലത്താണ് പരീക്ഷണം. അദ്ദേഹത്തിൻ്റെ കാലത്ത് ആശ്രമ സംബന്ധമായിട്ടുള്ള പണികളെല്ലാം നിർത്തിവെക്കേണ്ടതായിട്ട്. ചരിത്രത്തിലെ അതിൻ്റെ കാരണങ്ങൾ ഒത്തിരി സൂചനകൾ നൽകുന്നുണ്ട്. പലരുടെയും അഭിപ്രായം, തെറ്റായിട്ടുള്ള അഭിപ്രായങ്ങൾ ഫ്രാൻസിസ് സേവ്യർ മെത്രാനിൽ എത്തിയതാണ് അതിൻ്റെ കാരണം എന്ന് ചരിത്രം സാക്ഷിക്കുന്നുണ്ട്. എന്തുമാകട്ടെ, പൊരുകരേച്ചനെ കായംകുളം പിള്ളത്തോപ്പിലേക്ക് മാറ്റി. അതാണ് ആദ്യത്തെ സംഭവം. അത് കഴിഞ്ഞ് പള്ളിപ്പുറം ഇടവകയിൽ നിയോഗിക്കപ്പെട്ട ചാവറയച്ചന് അവിടെ നിന്നും യാതൊരു വിധത്തിലും ഒരിടത്തേക്ക് യാത്ര ചെയ്യാൻ സാധിക്കില്ല എന്ന വിട്ടുവീഴ്ചയില്ലാത്ത മെത്രാൻ്റെ ഒരു തീരുമാനം. അതായിരുന്നു രണ്ടാമത്തെ സംഭവം. അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മെത്രാനെ പ്രേരിപ്പിച്ചത് ഈ പള്ളിപ്പുറം ഇടവകയിൽ നടന്ന ചില അനിഷ്ട സംഭവങ്ങളൊക്കെ അതിൻ്റെ പിന്നിലുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. മൂന്നാമത്തെ സംഭവം, പാലയ്ക്കൽ തോമാമാൽപ്പാനച്ചന് ഈ പള്ളിപ്പുറത്ത് നിന്ന് യാത്ര ചെയ്യാൻ സാധിക്കാതെ വന്നതാണ് മറ്റൊരു സംഭവം. അത് അദ്ദേഹത്തിൻ്റെ അനാരോഗ്യ പ്രശ്നങ്ങൾ, ആരോഗ്യക്കുറവിൻ്റെ പ്രശ്നങ്ങളായിരുന്നു അതിന് കാരണം. അങ്ങനെ ആരാലും അന്വേഷിക്കാനും നോക്കാനും ഒക്കെ സാധിക്കാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ്. എങ്ങനെ അത് നിർമ്മിതമായി എന്ന് അതിൻ്റെ പൂർണ്ണരൂപമൊന്നും നമുക്ക് ചരിത്രത്തിലൂടെ കണ്ടുപിടിക്കാനോ മനസ്സിലാക്കാനോ ഒന്നും സാധിക്കില്ല. 1834 തടസ്സപ്പെട്ടു പോയ പണികൾ വീണ്ടും തുടങ്ങുകയാണ്. കാർമേഘ പടലങ്ങൾ വഴിമാറിത്തരികയാണ്. ഒരുപക്ഷെ അതിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ ധാരാളം ഉണ്ടായിരിക്കും. പ്രാർത്ഥനയും പ്രവർത്തനവുമായിട്ട് അങ്ങനെ അതിൻ്റെ ഒരു സമ്മേളനമായിരുന്നു. തുടക്കത്തിൽ തന്നെ CMI സഭയ്ക്ക് കിട്ടിയ ഒരു വരമെന്ന് പറയുന്നത് അത് തന്നെയായി. അങ്ങനെ പണിയും പ്രാർത്ഥനയും പണിയും ജോലിയുമായിട്ട് അന്നത്തെ ആളുകൾ കൊണ്ടു നടന്ന ആ സന്യാസ സമൂഹം ആ കാലഘട്ടത്തിലാണ് മാന്നാനം കുന്നിലേക്ക് ഒരു കുരിശിൻ്റെ വഴി ആരംഭിച്ചത്.
കുരിശിൻ്റെ വഴി എല്ലാവരെയും വളരെയധികം ആകർഷിച്ചു. ദൂരസ്ഥലത്ത് നിന്ന് പോലും ആളുകൾ ഈ മാന്നാനത്തിൻ്റെ കുന്നിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് തുടങ്ങുന്ന ഈ കുരിശിൻ്റെ വഴിയിൽ സംബന്ധിക്കാൻ ആളുകളെത്തുകയും അതിന് വലിയൊരു പ്രചാരം നാട്ടിൻപുറത്ത് കിട്ടുകയും ചെയ്ത അനുഭവം നമ്മുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഉള്ള എപ്പിസോഡിലെ 17-ാമത്തെ എപ്പിസോഡാണ്. 17-ാമത്തെ എപ്പിസോഡിൽ സെമിനാരിയെക്കുറിച്ചാണ്, സെമിനാരിയുടെ സ്ഥാപനത്തെക്കുറിച്ചാണ്, അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് വിശുദ്ധ കുര്യാക്കോസ് എലിയാസ് അച്ഛൻ നമ്മളോട് സംസാരിക്കുന്നത്.